അടുത്തതായിട്ട് നമുക്ക് ഗുരുവായൂരപ്പന്റെ ബാലഗോപാല ദർശനമാണ് ലഭിക്കുന്നത് കേട്ടോ. ഇത് ഉഷപൂജ കൃഷ്ണൻ എന്നുകൂടെ അറിയപ്പെടാറുണ്ട്. രാവിലത്തെ നിർമാല്യവും വാഗചാർത്തും എണ്ണാഭിഷേകവും ഒക്കെ കഴിഞ്ഞ് ശംഖാഭിഷേകവും ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണന്റെ ആദ്യത്തെ നിവേദ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ സുന്ദരനായിട്ട് ഒരുങ്ങി നിൽക്കലുണ്ട് ബാലഗോപാലനായിട്ട്. മുഖം മാത്രമാണ് ആ സമയത്ത് ചന്ദനം ചാർത്താറ് എങ്കിൽ കൂടി കഴുത്തിൽ മാലകൾ ആഭരണങ്ങളായിട്ട്, അതുപോലെ തന്നെ കയ്യിൽ ഒരു കദളിപ്പഴമോ വെണ്ണയോ അതല്ലെങ്കിൽ ഓടക്കുഴലും താമരപ്പൂവും ഒക്കെ പിടിച്ച രൂപത്തിലാണ് നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കുക. പട്ടുകോണവും കിങ്ങിണിയും എല്ലാം ധരിച്ചുകൊണ്ടുള്ള ഏകദേശം ഒരു 2 വയസ്സുകാരനായിട്ടുള്ള ബാലഗോപാല രൂപനാണ് ആ ഒരു സമയത്ത് ഉഷപൂജ വരുന്നത്. രാവിലെ 6 മണി ആ സമയത്താണ് കേട്ടോ. 5:45 തുടങ്ങിയിട്ടാണ് ഉഷപൂജ വരുന്നത്. ഈ ഉഷപൂജയുടെ സമയത്താണ് നമുക്ക് ബാലഗോപാല രൂപനായിട്ട് കാണാൻ സാധിക്കുന്നത്.